ജോർദാൻ ഒറ്റയ്ക്കല്ല, അവന്റെ പിന്നിൽ വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതും ഒരു പെണ്ണ്. അവളാണ് ഇന്ന് അവനെ രക്ഷിച്ചത്. ഒരു പെണ്ണാണ് രക്ഷിച്ചതെന്ന് പറയാൻ പന്റെ തടയുമാരെ നിങ്ങൾക്ക് ലജ്ജയില്ലടാ. ഇന്ന് അവൻ രക്ഷപ്പെട്ടു, നാളെ അവൻ രക്ഷപ്പെടാൻ പാടില്ല. അവന്റെ തന്തയുടെ ഓർമ്മ ദിവസമാണ് നാളെ. കല്ലറയിൽ പൂ വെക്കാൻ അവൻ വരും. അപ്പന്റെ കല്ലറയിൽ മോന്റെ ബോഡി വെക്കും നമ്മൾ. ഓക്കെ ഡാഡ്, ഇനി ഈ വെറ്റകളൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല. നാളെ ഞാൻ തന്നെ കളത്തിലിറങ്ങും. Alexander! ഹലോ മിസ്റ്റർ ജോർദാൻ, ഇന്ന് നിന്റെ അപ്പൻ ചത്ത ദിവസം മാത്രമല്ലടാ, നിന്റെ മുത്തച്ഛനും കൂടി ചാവാൻ പോണ ദിവസവാ. വന്ന് വായിക്കാരിയിട്ടേച്ചും പോടാ. എന്താ നീ പറഞ്ഞേ? നിന്റെ മുത്തച്ഛന്റെ ജീവൻ ഇപ്പൊ എന്റെ ഉള്ളം കയ്യിലിരുന്ന് അമ്മാനം പാടിക്കൊണ്ടിരിക്കുക. ആ പരട്ടക്കിളവന്റെ ജീവൻ വേണമെങ്കിൽ 10 മിനിറ്റിനകം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വേണം. എടോ, 10 മിനിറ്റിനകം തന്റെ പേരക്കുട്ടിയോട് വന്നാൽ തനിക്ക് പുനർജന്മം കിട്ടും. അല്ലെങ്കിൽ ഈ ഗണ്ണിനകത്തുള്ള 6 ബുള്ളറ്റുകൾ തന്റെ തലമണ്ട പുലർത്തി തലച്ചോറ് തെറിച്ചു പോകും. നീ കളിത്തോക്ക് പിടിച്ച് കളിച്ചു നടന്ന കാലത്ത് ഞാൻ എന്റെ ഒറിജിനല് ആധികാരികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളവനാണ്. എടോ, തന്റെ ഫ്ലാഷ് ബാക്ക് ഒന്നും വേണ്ട, പ്രസന്റ് മാറ്ററിലേക്ക് വാ. പ്രസന്റ് ആയാലും പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും ഞാൻ തന്നെ ആയിരിക്കൂടാ. തല നരച്ചപ്പോ തന്റെ തലയ്ക്കുള്ളിലെ ബുദ്ധി മരവിച്ചോ? ഇത് തന്റെ കൊച്ചുമോൻ, സൺ ഓഫ് അലക്സാണ്ടർ. സിംഹത്തിന് പിറക്കുന്നത് സിംഹക്കുട്ടിയായിരിക്കും, പുലിക്ക് പിറക്കുന്നത് പുലിക്കുട്ടിയും. അല്ലാതെ പൂച്ച പിറക്കില്ലടാ. താൻ എന്താ പറഞ്ഞത്? ഇവൻ എന്റെ അലക്സാണ്ടറുടെ മകനാവില്ല എന്ന്. മുത്തച്ഛൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയാ. ഐ ആം ജോർദാൻ, സൺ ഓഫ് അലക്സാണ്ടർ. കൊല്ലണമെങ്കിൽ എന്നെ കൊന്നോ? എടാ കൊച്ചനെ, സ്വന്തം തന്തയെ മാറ്റി പറയരുത്.
വല്ലവർക്കും ജനിച്ചവനെ എന്നെ അലക്സാണ്ടറുടെ മകനാക്കാൻ നോക്കണ്ട. പിന്നെ എവിടെയോ തന്റെ കൊച്ചുമോൻ? എന്റെ ദേഹത്തൊരു ബോറലേറ്റാൽ നീ ഫോണൊന്നും ചെയ്യണ്ട. ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും അവനിവിടെ പറഞ്ഞു. അലക്സാണ്ടർ മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്നെന്ന് കരുതിയോ? ഇല്ല. അവൻ ജനിച്ചു. ജോർദാന്റെ സിരകളിൽ ഓടുന്നത് അലക്സാണ്ടറുടെ രക്തമാണ്. നിന്റെ സമയം മോശമാണ്, വളരെ മോശം. എന്റേത് നല്ലത്. അവനെത്തൂടെ. Jordan, son of Alexander. എന്തൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചുവോ അതെല്ലാം നീ ചെയ്ത് എന്റെ പേര് നശിപ്പിച്ച് എന്നെ ഒരു കൊലപാതകയെ മാറ്റി. പക്ഷെ ഞാൻ കൊല്ലാൻ പോകുന്ന ആദ്യത്തെ ആൾ നീയാണ്. കളി നമുക്ക് കാണാം. ഇവരാരെങ്കിലും ഒരാൾ ചാവും. അവശേഷിക്കുന്നവനെ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. സഞ്ജയ് കം. വേഗം പോവാം.
സോറി മിസ്റ്റർ ജോർഡൻ, തെറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തല്ല, ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ്. ഹി ഈസ് നോട്ട് എ ക്രിമിനൽ, ഹി ഈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. പേര് ജോൺ പീറ്റർ. ഇന്ന് സൂര്യദാസിന്റെ ഫാമിലി ഈ കൊച്ചി നഗരത്തെ തന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം, അതേപോലെ റൗഡിയെ റൗഡിയെ കൊണ്ട് തന്നെ ഒതുക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം സർ? We have not called you here as a special police officer. Instead, special rowdy ആയിട്ടാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്കൊക്കെ ഒരു കാലത്ത് വെല്ലുവിളി ഉയർത്തിയവനായിരുന്നു അലക്സാണ്ടർ. അവൻ മരിച്ചുപോയി. അവന്റെ ഏക മകൻ ജോർദാനും കൊല്ലപ്പെട്ടു. എന്നാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ മരിച്ചിട്ടില്ല. മിസ്റ്റർ ജോൺ പീറ്റർ, സർ, ഇന്നു മുതൽ നിങ്ങളാണ് ജോർദാൻ. ഓക്കെ സർ. ഈ വിഷയം നമ്മൾ 3 പേരുമല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. We are extremely sorry, Mr. Jordan, for misusing your name. We followed John Peter for safety. We are extremely sorry, Mr. Jordan. It's okay. മുത്തശ്ശ, ഞാൻ ഇന്നിത് ബാക്കി പോണില്ല. മുത്തശ്ശന്റെ കൂടെ തന്നെ നിൽക്കാം. വേണ്ട, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ഒരിക്കലും നീ ഇവിടെ നിൽക്കരുത്. ഞാൻ പറയുമ്പോൾ നീ ഇങ്ങോട്ട് വന്നാൽ മതി. ജോർദാൻ അതുവരെ ഖാദറിന്റെ കൂടെ ദുബായിൽ നിന്ന് പഠിച്ച് മിടുക്കനായി വലിയ ആളായിട്ട് ഈ മുത്തശ്ശന്റെ മുമ്പ് വരണം. ഇത് നിന്റെ അച്ഛന്റെ ആഗ്രഹം കൂടിയായിരുന്നു. ശരി മുത്തശ്ശ. മുത്തച്ഛ, മുത്തച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, ഈ നിലയിൽ മുത്തച്ഛനെ തനിച്ചാക്കി ഞാൻ എവിടേക്കും പോകുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹവും മുത്തച്ഛൻ്റെ അനുഗ്രഹം എനിക്കുള്ളപ്പോൾ ഞാൻ എവിടെയായാലും സുഖമായി ജീവിക്കും. എൻ്റെ അപ്പൻ ജനിച്ചു വളർന്ന ഈ മണ്ണ് വിട്ട് ഇനി ഞാൻ എങ്ങോട്ടും പോവില്ല. നീ ഇവിടെ താമസിച്ചാൽ നിന്നെയും നിന്റെ അപ്പൻ അലക്സാണ്ടറെ പോലെ ആക്കും ഇവർ. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ ഖാദറിന്റെ കൂടെ വിദേശത്ത് അയച്ച് വളർത്തിയത്. നിന്റെ സുരക്ഷയാണ് എനിക്ക് പ്രധാനം. നീ ഇന്ത്യയിലുള്ള ഏത് നിമിഷവും ആപത്ത് നിന്നെ തേടി വന്നുകൊണ്ടിരിക്കും. ഈ മുത്തച്ഛനോട് മോന് സ്നേഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോണം. ശരി മുത്തച്ഛൻ, ഞാൻ പോവാം. പക്ഷെ മുത്തച്ഛന് ഈ പേരക്കുട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരണം. എന്താ സാർ, പേരക്കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ല? നീ മിണ്ടാതിരിക്കടാ. ശരി മോനെ, എനിക്ക് ലോകത്തിൽ സ്വന്തമായി ആകെയുള്ളത് നീ മാത്രമാണ്. മോൻ ആദ്യം പോ, മുത്തശ്ശൻ പിന്നാലെ വന്നോളാം. കുഴപ്പമില്ല സാർ. ഓക്കെ സർ. സർ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. യാ, കൺഗ്രാറ്റുലേഷൻ സാർ. ജോർദാന്റെ കേസ് ഡീൽ ചെയ്യുന്ന ഞാൻ പോലും അറിയാതെ നിങ്ങൾ ജോർദാനായി ആക്ട് ചെയ്ത് കേസ് ഫിനിഷ് ചെയ്തു. നിങ്ങളെപ്പോലെ ചുറുചുറുക്കുള്ള യൂത്ത് ഓഫീസേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ടെങ്കിൽ എത്രയോ കേസുകൾ വളരെ നിസ്സാരമായി തെളിയിക്കാം. താങ്ക്സ്, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ACP മാഡം നിങ്ങളെ വളരെ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഷുവർ, ലെറ്റ്സ് മൂവ്.
ഷോക്കായോ? നിന്നെ പോലെ ഒരു പോലീസ് ഓഫീസർക്ക് എന്നെ കണ്ടാലേ ഷോക്കാവും. ACP മാഡത്തെ കാണാമെന്നതല്ലേ? കണ്ടിട്ട് പോ. മാഡം, ജോൺ പീറ്റർ ഹാസ് കം ടു സീ യു. പ്ലീസ് കം. നീയൊന്നും ഇനി ജീവിക്കേണ്ട. ആ പറയും മുത്തച്ഛ. മോനെ, നീ പെട്ടെന്ന് വീട്ടിലേക്ക് വാ. അയ്യോ, ഫ്ലൈറ്റിന് സമയമായി, എയർപോർട്ടിലേക്ക് പോവാ. നിന്നോട് പെട്ടെന്ന് ഇവിടെ വരാനല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്ത് പ്രശ്നമാണ് മുത്തച്ഛ? ജീവൻ പോകുന്ന പ്രശ്നമാണ് മോനെ. നീ ഒന്ന് വേഗം വാ. അലക്സാണ്ടറുടെ പരമ്പര ജീവിച്ചിരുന്നാൽ ഈ സൂര്യദാസ് ജീവനോടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ഇത്രയും കാലം എന്നെ കബളിപ്പിച്ച് നിന്റെ പേരക്കുട്ടി ജീവിച്ചിരുന്നത് തന്നെ അവന്റെ മഹാഭാഗ്യം. തനിക്ക് അവനെ ദുബായിലേക്ക് അയക്കാനല്ലേ പറ്റുള്ളൂ. ഈ സൂര്യദാസിന് അവനെ പരലോകത്തേക്ക് അയക്കാൻ കഴിയും. വരട്ടെ അവൻ. മുത്തശ്ശൻ ജീവൻ പോകുന്ന പ്രശ്നമെന്ന് പറഞ്ഞപ്പോ എല്ലാം ഞാൻ ഊഹിച്ചു. ഇത് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? അതാണ് സൺ ഓഫ് അലക്സാണ്ടർ. 23 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ജ്യേഷ്ഠൻ കൃഷ്ണദാസും അലക്സാണ്ടറും തമ്മിലായിരുന്നു വഴക്ക്. അതെല്ലാം കഴിഞ്ഞ കഥ. പഴയ പക ഞങ്ങളോട് തീർക്കാൻ വന്നാല് ആ പക ഞങ്ങളെ നശിപ്പിക്കില്ല, നിന്നെ നശിപ്പിക്കും. നിന്റെ തോക്കൊന്ന് ചലിച്ചാൽ അവന്റെ ഭാഗത്തുനിന്ന് ഇടിവെട്ടും. കത്തിച്ചാമ്പലാകും നീ. ഇപ്പോ അവൻ അവന്റേതായ വഴിയുണ്ട്, നീ നിന്റെ വഴി നോക്ക്. വെറുതെ അവനെ ശല്യപ്പെടുത്തണ്ട. ഈ നിമിഷം നിന്നെ നിന്റെ മകനെ കൊല്ലാൻ കഴിയും. പക്ഷേ എല്ലാം ഞങ്ങൾ ക്ഷമിക്കുന്നു. എന്റെ കൺമുമ്പിൽ നിന്ന് മോനെ വിളിച്ചോണ്ട് ഇറങ്ങിപ്പോ. പോടാ, ഇറങ്ങി. മുത്തച്ഛ, ഒന്നും പറ്റില്ലല്ലോ? ഒന്നുമില്ല മോനെ. മോനെ, നീ ഈ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും ശരി, ഇവര് നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. നിന്റെ അപ്പൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ഇവരെ ജീവനോടെ വിട്ടതാണ്.
ആ തെറ്റ് നീ ആവർത്തിക്കരുത്. ഈ വിഷപ്പാമ്പുകളെ ചുട്ടഴിക്കണം. ആ ACPയും സ്പെഷ്യൽ ഓഫീസറും ചത്തതുകൊണ്ട് കാര്യമായില്ല. ഇനി ആ പോലീസുകാരി സാറേയും കൂടി ചാവണം. അതിനുള്ള വഴിയും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തട്ടിയോടാ അവളെ. എത്ര തട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ല സാർ. തട്ടാതെ കഥവ് പൊളിച്ച് അകത്ത് കയറി കൊല്ലടാ അവളെ. ശരി സാർ. നടക്കടാ. ഇല്ലെങ്കിൽ ഇവളുടെ തല പൊട്ടിച്ചെതറും.